ലക്ഷദ്വീപ് NCP സ്ഥാനാർത്ഥി യൂസഫ് TP വിജയിപ്പിക്കണമെന്ന് പാലക്കാട് ജില്ലാ NCP പ്രസിഡന്റ് അബ്ദുൾ ജലീൽ ദ്വീപ് നിവാസികളോട് അഭ്യർത്ഥിച്ചു. ദ്വീപിന്റെ വികസനം ദ്വീപ് നിവാസികൾക്ക് വേണ്ടിയാണെന്നും സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ദ്വീപ് നിവാസികൾക്ക് എല്ലാ രീതിയിലും ഉപകാരപ്രദമായ വ്യക്തിത്വത്തിന് ഉടമയാണ് യൂസഫ് TP എന്നും ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി സംസ്ഥാന ഘടകത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തതെന്നും അബ്ദുൾ ജലീൽ പറഞ്ഞു. ഈ ലക്ഷദ്വീപ് ലോക്സഭാ സ്ഥാനാർത്ഥി NCPയുടെ യൂസഫ് TP അദ്ദേഹത്തെ താങ്കളാണ് റെഫർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾക്ക് അദ്ദേഹമായിട്ട് ഒരു പരിചയം അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാവുന്നത്? അദ്ദേഹം എൻ്റെ ഒരു ആത്മീയ നേതാവാണ്. കേരളത്തിൽ എന്ന് വരുമ്പോഴും അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി ശ്രമിക്കും. വന്നാൽ എന്നെ കാണാതെ തിരിച്ചു പോകാറില്ല. 15 വർഷത്തിൽ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചയാളാണ് ഞാൻ. ലക്ഷദ്വീപിലെ ഒരുപാട് വിശേഷങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്നോട് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപിന് വേണ്ടി എന്നും സംസാരിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ കേരളീയരെ കണ്ടാൽ എപ്പോഴും പറയാറുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ലക്ഷദ്വീപുകാരെ കണ്ടാൽ നിങ്ങൾ പരിഗണിക്കണേ, അവഗണിക്കരുതേ, അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്നും എപ്പോഴും പറയാറുള്ള ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ് ലക്ഷദ്വീപുകാർ. എന്താ വെച്ചാൽ ചുറ്റും കടലാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ചെറിയ ചെറിയ ദ്വീപുകളാണ്. 10-11 വരുന്ന ദ്വീപുകളുണ്ട്. അതിനകത്ത് 10ഓളം ദ്വീപുകളിൽ ജനവാസമുണ്ട്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു മഹാ അത്ഭുത സിദ്ധിയാണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, ലക്ഷദ്വീപിൽ കോടതിക്കോ പോലീസ് സ്റ്റേഷനോ വലിയ പ്രാധാന്യമില്ല. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ അവരുടെ മക്കളെ കൃത്യമായ ഒരു നേരായ മാർഗത്തിലൂടെ, ഒരു മാർഗദൃഷ്ടിയിലൂടെയാണ് അവർ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കേസും പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ആത്മീയ നേതാക്കന്മാരാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ശരിക്കും അവരെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണോ ഇദ്ദേഹം മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ അവിടെ? ഇല്ല, തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് ഞാൻ. ഈ രാഷ്ട്രീയത്തിലൊരു 8-9 വർഷക്കാലമായിട്ട് NCP രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നയാളാണ് ഞാനിപ്പോൾ ജില്ലാ പ്രസിഡന്റ് വരെയായി. അപ്പോൾ പാർട്ടി പിളർന്നപ്പോഴും ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഇന്നിപ്പോൾ എൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് കുട്ടി, അദ്ദേഹമാണ് സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഇപ്പം ചാർജുള്ളത്. അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. പ്രഫുൽ പട്ടേലിൽ നിന്ന് നേരിട്ട് നോമിനേഷൻ കിട്ടിയിട്ട് ഇപ്പം സംസ്ഥാന പ്രസിഡൻ്റ് കൂടെ ആണ്. അദ്ദേഹത്തിനാണ് ലക്ഷദ്വീപ് ചാർജ്. അങ്ങേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായി, ഏതെങ്കിലും നല്ല വ്യക്തിത്വങ്ങൾ ലക്ഷദ്വീപ് നിങ്ങൾക്ക് അറിയുന്നതുണ്ടോയെന്ന്. അപ്പോൾ ആ വഴിക്കാണ് നമ്മൾ ഇദ്ദേഹത്തിന് റെഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തത്. ഇപ്പോൾ വിജയസാധ്യത 100% ഉണ്ട്. അതായത് ലക്ഷദ്വീപിൽ ഒരു 99.8% മുസ്ലിം പോപ്പുലേഷനാണ്. അപ്പോൾ ഇതിനകത്ത് 58,000-ഓളം വരുന്ന വോട്ടർമാരും അവിടെയുണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ 2 രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. ഒന്ന് NCP, അതിപ്പോൾ സിറ്റിംഗ് MP ഉള്ള NCP, അത് 2 ടേമിലായിട്ട് ഇപ്പോൾ PP മുഹമ്മദ് ഫൈസലാണ് അവിടുത്തെ MP. ആണെങ്കിൽ ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട സെയ്ദ് അവർകളാണ് അവിടെ MP ആയി പലതവണ കോൺഗ്രസിൻ്റെ ആളായിട്ട് അവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും മത്സരിക്കുന്നുണ്ട്. അവരൊക്കെയാണ് അങ്ങനെ 2 രാഷ്ട്രീയമാണുള്ളത്. ഇപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ NCP എസ്സിലാണ് ഇപ്പോൾ നമ്മുടെ സിറ്റിംഗ് MP ഉള്ളത്. NCP യഥാർത്ഥ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് നമ്മളുടെ ഉസ്താദാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദ്വീപുകളിലും നല്ല ശിഷ്യന്മാരുടെ വലയമുണ്ട് അദ്ദേഹത്തിന്. അതായത് 10-40 വർഷക്കാലം 10-25 വർഷക്കാലമായിട്ട് അദ്ദേഹം ആത്മീയ പണ്ഡിതനും ഒരു അധ്യാപകനുമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ വർക്കിലും ഒത്തിരി നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ബിസിനസ് പരമായിട്ടും ആ നാട്ടിലെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചിട്ടും ഡീപ്പായിട്ട് അറിയുന്ന ആളാണ്. അതായത് പാവപ്പെട്ട ജനങ്ങൾ അവിടെ ജീവിക്കുന്നത് എങ്ങനെയാണ്, ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ ധാരണയുള്ള ആളാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ ഈ MP സ്ഥാനത്തേക്കുള്ള പ്രവേശനം ഒരു നിയോഗം പോലെയാണ്. അതായത് ദൈവം ഒരു നിമിത്തം ആണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് മമ്മൂട്ടി സാറ് ചോദിക്കുകയുണ്ടായി, ഇങ്ങനെ ഒരാളെ തരാനുണ്ടോയെന്ന്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓടിയത് ഇദ്ദേഹത്തിനെയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ അദ്ദേഹം തന്നെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഡോക്ടേഴ്സും വക്കീലന്മാരും അങ്ങനെ നിരവധി പ്രമുഖരായ ആളുകൾ അദ്ദേഹത്തിന് ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം അവർക്കൊന്നും കൊടുക്കാതെ ഈ സ്ഥാനം ഈ ഉസ്താദിന് തന്നെ കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അത് വളരെ കൃത്യമാണ്. അദ്ദേഹം ഈ സാധാരണക്കാരനായ ഒരാളെ ദൈവം ഒരു
നിയോഗം പോലെ ആണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു സംഭവം. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പാർലമെൻറ്റിൽ അലയടിക്കണം അദ്ദേഹത്തിൻ്റെ സ്വരങ്ങൾ. അതിന് ആ ലക്ഷദ്വീപിലെ ജനങ്ങൾ ഒരുമിക്കുക തന്നെ ചെയ്യും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചത്. അതായത് അദ്ദേഹത്തിന് ഒരു വിളിയാളം കിട്ടിയതുപോലെ. അദ്ദേഹം, ഞാനിത് പറഞ്ഞത് ആദ്യം നിരസിച്ചു, കുറച്ച് ഇതിൽ ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം ഒന്ന് മാറി നിന്നു. പക്ഷേ അങ്ങനെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയും വാപ്പയും സമ്മതിക്കാതെ ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരില്ല ജലീലെ. അപ്പോൾ ഞങ്ങൾക്ക് സമയം കഴിയാറായി നിൽക്കുകയാണ്. അതായത് നോമിനേഷൻ കൊടുക്കേണ്ട സമയത്തിലേക്ക് എത്തി. പാർട്ടിക്ക് ഒരാളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ഒരാളെ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഒരു അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വാപ്പാൻ്റെ സമ്മതം കിട്ടിയിട്ടില്ല, ഉമ്മാൻ്റെ സമ്മതം കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ വാപ്പയും ഉമ്മയായിട്ട് സംസാരിക്കുന്നുണ്ടായി. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, പണ്ടും ഇതേപോലെ നമ്മളുടെ സമുദായം ഒരു തീരുമാനം എടുത്തിരുന്നു. എന്താണ്? ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ വന്നിട്ട് നമ്മളെ ദ്രോഹിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ നമ്മൾ പഠിക്കരുത്, നമ്മുടെ മക്കളെ പഠിപ്പിക്കരുതെന്ന്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ മുസ്ലിങ്ങളാണ് അത് മുൻകൈ എടുത്ത് ചെയ്തത്. പക്ഷേ അത് പിന്നീട് മാറ്റേണ്ടി വന്നു. ഇന്ന് എല്ലാ വീടുകളിലും എല്ലാ കുടുംബക്കാരിലും ഇംഗ്ലീഷില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് നമ്മുടെ ഈ ലോകത്തിൻ്റെ ഭാഷയായി മാറിക്കഴിഞ്ഞു. അതിലിപ്പോൾ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. ഇപ്പോൾ മലപ്പുറത്ത് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ IT മേഖലയിലൊക്കെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറംകാരാണ്. അപ്പോൾ അത് ഏറ്റെടുക്കേണ്ട ഒരു ഗതികേട് വന്നു. അതേപോലെ തന്നെ ഇപ്പോൾ സർക്കാർ സാലറി മുസ്ലിങ്ങൾക്ക് അത് ഹറാമാണ്, നല്ല രീതിയിലുള്ള ശമ്പളമല്ല, ലോട്ടറി വിറ്റും കള്ള് വിറ്റും ഒക്കെയാണെന്നൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ കുറച്ച് ആളുകളൊക്കെ അതിൻ്റെ പുറകിലൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആൾ രാജിവെച്ച ചരിത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ അതും മാറ്റം വരുത്തി. സർക്കാരിൽ നമ്മളുടെ ആളുകളും ജോലിയിൽ വേണം എന്നുള്ളതൊക്കെ എത്തി. അതേപോലെ തന്നെ ഗൈനക്ക് പോലെ മറ്റേ എഡ്യൂക്കേഷനിൽ സ്ത്രീകൾക്ക് മിതമായ വിദ്യാഭ്യാസം മതി എന്ന് പറഞ്ഞ ഒരു മതവിഭാഗമാണത്. ഇപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഗൈനക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസുകളിൽ പെൺകുട്ടികളും കയറി വരണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊണ്ടുപഠിച്ചതാണ്. അപ്പോൾ ഇതിവിടെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി. ഇനിയും നമ്മൾ കൊണ്ടുപഠിക്കേണ്ടതുണ്ടോ? രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരേണ്ട സമയമാണ്. ഉസ്താദിനെ പോലെ തലയിൽ കെട്ടിയ ഒരാൾ നിർബന്ധമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആവശ്യമുണ്ട്. അതിന് നിങ്ങൾ ഒരുങ്ങണമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടാണ് ഉസ്താദ് ഇതിനകത്തേക്ക് കയറി വന്നത്. മനസ്സിലായി. അതുകൊണ്ടാണ് ഇതൊരു ദൈവത്തിൻ്റെ നിയോഗം പോലെയാണ് അദ്ദേഹം ഇതിനകത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിശ്വസ്തരായ അല്ലെങ്കിൽ വിശ്വാസികളായ സമൂഹം, ലക്ഷദ്വീപിൻ്റെ സമൂഹം ഇദ്ദേഹത്തിനെ തീർച്ചയായിട്ടും ഏറ്റെടുക്കും, വിജയിപ്പിക്കും. അതിന് അവിടെ ഒരു നാടോടി കഥ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് പറയുണ്ടായിരുന്നു. പണ്ട് അവിടെ ഒരു സൂഫി വര്യൻ വന്നിരുന്നു. അപ്പോൾ സൂഫി വര്യൻ അവരോട് അങ്ങനെ പറഞ്ഞു, ലക്ഷദ്വീപിനെ ഭയങ്കര അലങ്കാരികതയുള്ള ഒരു ദ്വീപുകളാണ് ലക്ഷദ്വീപിൻ്റെ, എന്നും അവർ ആസ്വദിക്കേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ അവർ ഈ നല്ല രീതിയിൽ ജീവിച്ചു പോകേണ്ട ആളാണ്. പക്ഷേ ചില രാഷ്ട്രീയ അതിപ്രസരത്തിൻ്റെ പേരിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവർ 2000 ആണ്ടിന് ശേഷം അനുഭവിക്കുമെന്നും അതിനുശേഷം അവർക്ക് ഇതിനകത്തു തന്നെ സാധാരണക്കാരനായ ഒരു പണ്ഡിതൻ ഈ ഒരു രംഗത്തേക്ക് കയറി വരുമെന്നും ആ കയറി വരവോട് കൂടിയിട്ട് സമ്പൽ സമൃദ്ധമായ ഒരു ഭാവി ഈ ദ്വീപുകൾക്ക് ഉണ്ടാവുമെന്നൊക്കെ ഒരു നാടോടി കഥ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമയമായതുപോലെ ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നിങ്ങൾ ലക്ഷദ്വീപുകാരോട് വോട്ട് അഭ്യർത്ഥിക്കുക, എല്ലാവരോടും ഈ ഇദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട ലക്ഷദ്വീപിലെ സമൂഹമേ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, തീർച്ചയായിട്ടും ഈ അടുത്ത തലമുറയെ സേവ് ചെയ്യുന്നതിന് വേണ്ടി, തലമുറയ്ക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി, നല്ല വികസനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി നിങ്ങളിൽ ഒരാളായ, നിങ്ങളുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട യൂസഫ് TP എന്ന ഉസ്താദ് അവർകളെ നിങ്ങൾ ക്ലോക്ക് ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പാലക്കാട് ജില്ലാ പ്രസിഡൻ്റായ അബ്ദുൽ ജലീൽ നിങ്ങളോട് അഭ്യർത്ഥിക്കും. അവിടെ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ, ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ പ്രകടന പത്രിക അല്ലെങ്കിൽ അജണ്ടകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ? അതായത് ദ്വീപിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുക. അതായത് ഒരുപാട് പവിഴപ്പുറ്റുകളും അതേപോലെ ഒരുപാട് തരം എന്താ പറയുക അവരുടെ ജീവിതചര്യകളൊക്കെ ഉണ്ട്. അതിനെ നിലനിർത്തി, അതിന് കോട്ടം വരുത്താതെ, ഭംഗം തട്ടാതെ നമ്മളതിനെ നിലനിർത്തി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അജണ്ടയാക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമത്, മാറി മാറി വന്ന MP-മാർ അല്ലെങ്കിൽ രാഷ്ട്രീയം
അവിടെ വികസനം കൊണ്ടുവരും എന്ന് പ്രഹസനമായി പറയുകയല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ദ്വീപ് സമൂഹത്തിൻ്റെ എല്ലാ വികസനം, അവർക്ക് വേണ്ടതായ വികസനങ്ങൾ കൃത്യമായ സമയബന്ധിതമായി ഇത് പൂർത്തീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമതൊരു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ പട്ടയത്തിൻ്റെ ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ അവരുടെ യാത്രാ സൗകര്യം ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. വളരെ ഫാസ്റ്റായിക്കൊണ്ട് കോഴിക്കോട്ട് നിന്ന് അവർക്ക് വിമാനം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലാണ്, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ കേന്ദ്രത്തിൻ്റെ നല്ലൊരു ഇടപെടലുകളുണ്ട്. അതായത് അവിടെ വികസനം എത്തിപ്പെടാതായതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഈ സിറ്റിംഗ് MP തന്നെ അവിടെയുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ നിലവിലുള്ള ഇന്ത്യൻ ഭരണത്തെ എതിർക്കുന്ന ഒരു സംവിധാനത്തിലൂടെ പോയതുകൊണ്ടാണ് അവിടെ വികസനങ്ങൾ വരാതായത്. ആ എതിർത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു ദ്വീപിൽ ഇപ്പോൾ മദ്യവിൽപ്പന വരെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റി ദ്വീപുകാരുടെ തനതായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കി കൊടുക്കും. അവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവിടെ നിന്ന് തന്നെ നേടിയെടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇതൊക്കെയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രകടന പത്രികയിൽ ടൂറിസം, അതേപോലെ മത്സ്യസമ്പത്ത്, അങ്ങനെ വരുന്ന നിരവധി ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, യാത്രാ സൗകര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, സ്ത്രീ ശാക്തീകരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം അവിടെ സമയബന്ധിതമായ നമുക്ക് 5 വർഷം കിട്ടിയാൽ അതിൽ പൂർത്തീകരിച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലൊരു വികസനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി TP യൂസഫ് ഉസ്താദിനെ നിങ്ങൾ വിജയിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യണം. എനിക്കറിയാം നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. എല്ലാവർക്കും എൻ്റെ ഒരു